നയൻതാരയും മീര ജാസ്മിനും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ടെസ്റ്റ് പ്രേക്ഷകർക്കിടയിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. ഇരുവർക്കും ചുരുക്കം സീനുകളെ ഒരുമിച്ചുള്ളൂ. ചിത്രത്തിലെ സുപ്രധാന കഥാപാത്രം നയൻതാരയ്ക്കാണെങ്കിലും മീര ജാസ്മിന്റെ റോളിനും പ്രാധാന്യമുണ്ട്. നിർണായക സീനുകളിലൊന്നിൽ മീര തിളങ്ങി. ടെസ്റ്റിന്റെ ടീസർ വന്നപ്പോൾ മുതൽ നയൻതാര മീര ജാസ്മിൻ താരതമ്യം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മീരയ്ക്ക് ടെസ്റ്റിന്റെ പോസ്റ്ററിലോ പ്രമോഷനിലോ വലിയ പ്രാധാന്യം ലഭിച്ചില്ലെന്നായിരുന്നു ആരാധകരുടെ വിമർശനം. എന്നാൽ ടെസ്റ്റിന്റെ കഥാഗതിയിൽ മീരയുടെ കഥാപാത്രത്തിന് വലിയ പങ്കുണ്ട്. മീര ജാസ്മിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ നയൻതാര. മീരയെക്കുറിച്ച് തനിക്കുള്ള ഓർമ്മകളാണ് പുതിയ അഭിമുഖത്തിൽ നയൻതാര പങ്കുവെച്ചത്. മീരയും താനും ഒരേ നാട്ടുകാരാണ്. താൻ പഠിച്ച കോളേജിൽ തന്നെയാണ് മീരയും പഠിച്ചത്. തന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ മീരയുടെ കസിനാണ്. മീര അന്ന് വലിയ താരമാണ്. അന്ന് റൺ എന്ന തമിഴ് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വലിയ ഹിറ്റായിരുന്നു. പക്ഷെ ഞാൻ ആ കാലത്ത് ഒരു തമിഴ് സിനിമയും കണ്ടിട്ടില്ല. മീരയുടെ കസിനാണെന്ന വിചാരം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൾ മീരയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും. മീര ഇവിടെയില്ല, സ്വിറ്റ്സർലൻഡിലാണ്, സോങ് ഷൂട്ടിലാണ് എന്നൊക്കെ പറയും. എപ്പോഴും മീര തൻ്റെ ചെവിയിലുണ്ടായിരുന്നു. എപ്പോഴും മീരയെ താൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ടെസ്റ്റിന്റെ സെറ്റിലാണ് മീരയെ താൻ ആദ്യമായി കാണുന്നത്. മീരയുടെ ഇക്കാര്യം അന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ലെന്നും നയൻതാര ഓർത്തു. ടെസ്റ്റിലെ മീര ജാസ്മിന്റെ പ്രകടനം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്നും നയൻതാര വ്യക്തമാക്കി. 2003 നയൻതാര അഭിനയ രംഗത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും മീര ജാസ്മിൻ തിരക്കുള്ള നടിയായിരുന്നു. 2001 സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര സിനിമാ രംഗത്തേക്ക് വരുന്നത്. രണ്ട് തരത്തിലാണ് മീരയുടെയും നയൻതാരയുടെയും കരിയർ അന്ന് മുന്നോട്ടു പോയത്. മീര ജാസ്മിനെ തേടി അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ വന്നു. നയൻതാരയ്ക്ക് അക്കാലത്ത് ഗ്ലാമറസ് റോളുകളാണ് കൂടുതലും ലഭിച്ചത്. ഒരു ഘട്ടത്തിൽ മീര കരിയറിൽ നിന്ന് അകന്നു. നയൻതാര വലിയ താരമായി വളർന്നു. ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് മീര ജാസ്മിൻ. പാലും പഴവുമാണ് മീരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ. മറുവശത്ത് നയൻതാര വലിയ സിനിമകളുടെ തിരക്കിലാണ്. മൂക്കുത്തിയമ്മൻ 2 എന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. തിരിച്ചുവരവിൽ വലിയ ഹിറ്റ് മീര ജാസ്മിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. നടിക്ക് പഴയതുപോലെ ശ്രദ്ധേയ സിനിമകൾ ലഭിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രസതന്ത്രം, അച്ചുവിന്റെ അമ്മ, ഒരേ കടൽ തുടങ്ങിയ സിനിമകളിലൂടെ വൻ ജനപ്രീതി നേടിയ നടിയാണ് മീര ജാസ്മിൻ. എന്നാൽ പിന്നീട് കരിയറിൽ ഇടിവ് വന്നു. ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിന്നു. വർഷങ്ങൾക്ക് ശേഷം മകൾ എന്ന സത്യനന്ദിക്കാട് സിനിമയിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്.